നമ്മുടെ കാളിദാസ് ജയറാമിന്റെ അരങ്ങേറ്റ ചിത്രം പൂമരം ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പ്രതീക്ഷിച്ച് പ്രേക്ഷകർ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളെ കുറച്ചേറെയായി. പല തവണ റിലീസ് തീയതി പ്രഖ്യാപിച്ചെങ്കിലും ഓരോ തവണയും മാറ്റിവെച്ചു. ഒടുവിലത്തെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് പൂമരത്തിന്റെ റിലീസ് തീയതി കാളിദാസ് തന്നെ പ്രഖ്യാപിച്ചു. എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്യുന്ന ചിത്രം മാർച്ച് ആദ്യവാരം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മഞ്ചേരി NSS കോളേജിൽ നടന്ന കാലിക്കറ്റ് സർവകലാശാല കലോത്സവ വേദിയിൽ സംസാരിക്കുമ്പോഴാണ് കാളിദാസിന്റെ പ്രഖ്യാപനം. കലോത്സവത്തിൽ മുഖ്യ അതിഥിയായിട്ടായിരുന്നു കാളിദാസ് പങ്കെടുത്തത്. പൂമരത്തിന്റെ റിലീസ് തീയതി വൈകുന്നത് സംബന്ധിച്ച് കാളിദാസിനും ചിത്രത്തിന്റെ മറ്റ് അണിയറ പ്രവർത്തകർക്കും സോഷ്യൽ മീഡിയയിൽ ട്രോളുകളുടെ പേരുമഴയായിരുന്നു. ഇതെല്ലാം ആസ്വദിക്കുന്ന കാളിദാസ് ചിലപ്പോഴൊക്കെ രസകരമായിട്ടുള്ള മറുപടികൾ നൽകാറുണ്ട്. കഴിഞ്ഞ ദിവസം ട്രോളുകൾക്ക് മറുപടി നൽകവേ ചിത്രം ഉടനെ എത്തുമെന്ന സൂചനയും അദ്ദേഹം നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിന്റെ ഡബ്ബിംഗ് പൂർത്തീകരിച്ചത്. കൂടാതെ ഗോപി സുന്ദർ തന്റെ ഫേസ്ബുക്ക് പേജിൽ കഴിഞ്ഞ ദിവസം കാളിദാസിനും എബ്രിഡ് ഷൈനും ഒപ്പമുള്ള ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നു. നിവിൻ പോളി നായകനായ ചിത്രം ആക്ഷൻ ഹീറോ ബിജുവിന് ശേഷം എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് പൂമരം. ചിത്രത്തിലെ പാട്ടുകൾ നേരത്തെ തന്നെ പ്രേക്ഷക പ്രശംസ നേടിയിരുന്നു. ക്യാമ്പസ് പശ്ചാത്തലമാക്കി ഒരുക്കിയ ചിത്രത്തെ ഏറെ പ്രതീക്ഷകളോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. അതിനിടയിൽ മറ്റൊരു സന്തോഷ വാർത്തയുണ്ട്. സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മികച്ച സ്വീകാര്യത ലഭിച്ച മറ്റൊരു താരപുത്രന്റെ ചിത്രമാണ് ആദി. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ആദി ജനുവരി 26-നാണ് റിലീസ് ചെയ്തത്. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ തിയേറ്ററുകളിലെത്തിയ ചിത്രം ഇപ്പോൾ മികച്ച പ്രതികരണമാണ് നേടിയത്. സിനിമ റിലീസ് ചെയ്ത് ദിവസങ്ങൾ പിന്നിടുന്നതിനിടയിൽ കളക്ഷനെ കുറിച്ച് അറിയാനും ആരാധകർക്ക് ആകാംക്ഷയുണ്ടായിരുന്നു. ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം തന്നെയാണ് ആദി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മെഗാസ്റ്റാർ ചിത്രമായ സ്ട്രീറ്റ് ലൈറ്റും ആദിയും ഒരേ ദിവസമാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. ബാലതാരമായി പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച പ്രണവ് മോഹൻലാൽ ഇപ്പോൾ നായകനായി എത്തിയിരിക്കുന്നു. കേരള ബോക്സ് ഓഫീസിൽ മികച്ച കുതിപ്പ് തന്നെയാണ് പ്രണവ് നടത്തിയത്. രണ്ടാം വാരത്തിലേക്ക് എത്തിയ ആദി ഇതിനോടകം തന്നെ കളക്ട് ചെയ്തത് 20 കോടിയാണെന്നാണ് മനോരമ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വിദേശത്തു കൂടി ചിത്രം റിലീസ് ചെയ്യുന്നതോടെ ആദി 50 കോടി ക്ലബിൽ അനായാസേന ഇടം പിടിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. താരപുത്രൻ എന്നതിനും അപ്പുറത്ത് പ്രണവ് എന്ന തുടക്കക്കാരന് അത്ര മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നത്.